ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നമ്മളങ്ങനെ സ്പോർട്സിനെ പറ്റി വീഡിയോ ഒന്നും ചെയ്യാത്തതാണ്. പക്ഷേ ഇന്നത്തെ മാച്ച് കണ്ടതിന് ശേഷം എനിക്ക് 4 പറയണം, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. ദ ഗ്രേറ്റസ്റ്റ് റൈവലറി മാച്ച് എന്നൊക്കെ പറഞ്ഞ് ഇനി ഈ പരിസരത്തോട്ട് വരല്. എന്തിനാ ഇങ്ങനെ ഒന്ന് നാണം കെടുന്ന മുമ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനിങ്ങനെ ഒന്ന് നാണം കെടണം? എടാ, റൈവലറി എന്നൊക്കെ പറയുവാണെങ്കിൽ ഒരു മാന്യത വേണം. ഇപ്പം 1, 2, 5, 4, 6, 3 എങ്കിലും ആ രീതിയിലേക്ക് നിൽക്കണം, എന്നാലേ ഒരു റൈവലറി എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഏറ്റവും സൂര്യകുമാർ പറഞ്ഞ പോലെ നിന്നെ ഒന്നും റൈവലറി ആയിട്ട് കൂട്ടാൻ പോലും പറ്റത്തില്ല. വെറുതെ വന്ന് ഇങ്ങനെ വിളിച്ച് ഉമ്മാർക്ക് ഡയലോഗി മാത്രമേ എടുത്തുള്ളൂ, ഈ കൊണയടി മാത്രമേ എടുത്തുള്ളൂ. കൊണയടിച്ച് വന്ന് വലിയ ഹൈപ്പ് വന്നിട്ടൊക്കെ തോക്കും. ഒന്ന് പൊരുതി തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ഒരു മാന്യതെങ്കിലും ഉണ്ട്. ഇത് വെറും നാണം കിട്ടും. ഒരു പ്രാക്ടീസ് മാച്ചിനേക്കാളും ശോകം എന്ന് പറഞ്ഞാൽ മതി. എന്തൊരു നാണം കിട്ട തോൽവിമാരെ. ഇവന്മാര് കണ്ട ഇന്ത്യയുമായിട്ട് ODI വേൾഡ് കപ്പിൽ മൊത്തം 8 മാച്ച് കളിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു കളി പോലും ODI വേൾഡ് കപ്പിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല. T20 വേൾഡ് കപ്പിൽ മൊത്തം 9 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിനകത്ത് 8 കളിയിലും ഇന്ത്യയാണ് ജയിച്ചത്. ഒരു കളി മാത്രം ഇവന്മാർ ജയിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഈ ODI T20 വേൾഡ് കപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം 17 കളി കളിച്ചതിൽ ഒരേ ഒരു കളിയാണ് ഇവന്മാർ ജയിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഇവന്മാർ ദ ഗ്രേറ്റസ്റ്റ് റൈവലറി എന്നും പറഞ്ഞ് ഇറക്കണത്. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു മാച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. അതുകൊണ്ട് ഇവർ ഈ മീഡിയ ടീംസാണ് ഈ ഒരു സ്റ്റാഗ്ലൈൻ തന്നെ അടിച്ചിറക്കണത്. ഈ പാകിസ്ഥാൻകാർ അവർക്ക് മനസ്സിലായി തോക്കുന്നു. അതുകൊണ്ട് ഇവന്മാർ നേരത്തെ പിന്മാറി പോയതാണ്, കളിക്കുന്നില്ല. ബംഗ്ലാദേശിന്റെ ഒരു പേര് പറഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് സ്കിപ്പ് ആവാൻ നോക്കിയതാണ്. ഇവന്മാർക്കറിയാം ബാക്കിയുള്ള ടീം 3 ചെറിയ ടീമാണ്. അവന്മാർ തോപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയോട് കളിച്ചില്ലെങ്കിലും അവന്മാർക്ക് സൂപ്പർ 8 എത്താമെന്ന് അറിയാം. പക്ഷേ ഈ പാകിസ്ഥാൻ ഇന്ത്യ മാച്ചിന്റെ ഒരു ഫിനാൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതിന്റെ ഒരു കണക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന സമയത്ത് 62 മില്യൺ രൂപയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 567 രൂപയാണ് ആ ഒരു മാച്ച് ത്രൂ കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഈ ഒരു ICC ടൂർണമെന്റിന്റെ 7% ഈ ഒരൊറ്റ മാച്ചിൽ നിന്ന് കിട്ടും. ആലോചിച്ച് നോക്ക്, ടോട്ടൽ ICC ടൂർണമെന്റിന്റെ 7%. അതാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന്റെ പ്രത്യേകത. ഇപ്പൊ ടോട്ടൽ ICC ടൂർണമെന്റ് 8,264 കോടിയാണ് കിട്ടുന്നത്. 567 കോടി ഈ ഒരൊറ്റ മാച്ചിൽ നിന്ന് തന്നെ കിട്ടും. മനസ്സിലായോ? അതുകൊണ്ട് ഈ മീഡിയ ടീം തന്നെ ഇവന്മാരെ വെറുതെ നമ്മൾ ഈ ഗ്രേറ്റസ്റ്റ് റൈവലറി എന്ന് പറഞ്ഞിട്ട് അങ്ങ് അടിച്ചിറക്കുന്നതാണ്. ഇവന്മാര് ഒരു മണ്ണാങ്കട്ടേ ഇല്ല. ഇവന്മാരെ കൊണ്ട് പറ്റൂല. ഇനി ഏതെങ്കിലും രീതിയിൽ ചക്ക വീണ് മുയലി എത്തുന്നെങ്ങാനും പറഞ്ഞിട്ട് ഇന്ത്യ എങ്ങാനും തോക്കുമെങ്കിലേ ഉള്ളൂ. ഇന്ത്യക്കാർ വിചാരിച്ചാൽ ഇന്ത്യ തോക്കത്തുള്ളൂ, അല്ലാതെ ഇവന്മാരെ കൊണ്ട് തോപ്പിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ആൻഡ് വൺ മോർ തിങ് എടുത്തു പറയാതിരിക്കാൻ വയ്യ, ഇഷാൻ കിഷൻ ബാക്കപ്പ് ആയിട്ട് വന്ന് ടീമിന്റെ നട്ടലായി മാറി. എന്തുവാടെ ഇവൻ മാത്രം ഈ പ്രേമദാസ സ്റ്റേഡിയത്തിൽ അല്ലയോ കളിച്ചെനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി ഇത്രയും പേര് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 8 ബാറ്റ്സ്മാൻമാർ മൊത്തം ബാറ്റ് ചെയ്തു. പാകിസ്ഥാന്റെ 11 ബാറ്റ്സ്മാൻമാർ മൊത്തം ബാറ്റ് ചെയ്തു. മൊത്തത്തിൽ 19 ബാറ്റ്സ്മാൻമാർ ബാറ്റ് ചെയ്തതിനകത്ത് സ്ട്രഗിൾ ചെയ്യാതെ ബാറ്റ് ചെയ്ത ഒരു വ്യക്തി ഇഷാൻ കിഷൻ മാത്രമാണ്. പിന്നെ റിങ്കു സിംഗ് എന്നൊരു 4 ബാളിൽ കണ്ട് 10-15 റൺ അടിച്ച്, ഡൂബയും 17 ബാളിൽ 27 റൺ അടിച്ചു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരൊന്നും കുറെ ബോൾ ചെയ്തിട്ട് ഇത്രയും ഒരു ഹ്യൂജ് സ്കോർ അടിച്ചിട്ടില്ല. പക്ഷെ ഇഷാൻ, എന്റെ പൊന്നു മോനെ, പറയാതിരിക്കാൻ വയ്യ. എന്തു പവറാണ്, എന്തൊരു ഷോട്ടാണ് അടിക്കണേ. ഈ പ്രേമദാസ സ്റ്റേഡിയത്തിന്റെ സ്ട്രെയിറ്റ് 6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 80-88 മീറ്റേഴ്സ് ഉണ്ട്. അവിടെയാണ് ഇവൻ അടിച്ച് കളയുന്നത്. ഇത്രയുള്ള ഈ പോക്കറ്റ് ഡൈനാമോ സാധനം അടിച്ച് കളയണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവൻ ഔട്ട് ആവുന്ന സമയത്ത് 77 റൺ എടുത്തിട്ടാണ് ഔട്ട് ആവുന്നത്. ഇന്ത്യയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 88 റണ്ണ്. 88 റണ്ണിനകത്ത് 77 റണ്ണും അടിച്ചേക്കുന്ന ഇവൻ. 11 സ്ട്രൈക്ക് കൊടുക്കുന്നേ ഇല്ല. ആർക്കാണ്? തിലക് വർമ്മയ്ക്ക്. ഇല്ല, നമ്മള് കണ്ട ക്രിക്കറ്റ് കളിക്കുന്നിട്ട് ലാസ്റ്റ് ഉള്ള സിംഗിൾ എടുക്കുമ്പോൾ അപ്പുറത്ത് പോകും, എന്നിട്ട് അടിക്കും. അടിയോടടി, ഇത് തന്നെ അടി. ആ ഒരു രീതിയിൽ ബാക്കി 18 മാച്ച് ഇന്ത്യയുടെ ആയിക്കോട്ടെ പാകിസ്ഥാന്റെ ആയിക്കോട്ടെ ഒരുത്തം പോലും കളിച്ചിട്ടില്ല. പാകിസ്ഥാൻകാർ അഭിഷേകിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. ബട്ട് അഭിഷേകിനെ മാറ്റി നിർത്തി അവർ ഔട്ട് ഓഫ് സിലബസ് ഇല്ലാത്ത ഒരുത്തം വന്ന് കളി തൂക്കിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ മതി. അത് ഇഷാന്റെ ഒരൊറ്റ കളി കാരണമാണ് അവന്മാർക്ക് സമ്മർദ്ദമായത്. 7 ബൗളേഴ്സിനെ പാകിസ്ഥാൻ കൊണ്ടുവന്നു. 7 ബൗളേഴ്സിനെ. അതിനകത്ത് 6 പേരും സ്പിൻ ബൗളേഴ്സ്. 6 പേരും. T20 വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 6 സ്പിന്നർമാർ ഒരു കളി ബോൾ ചെയ്യുന്നത്. ഇതിനകത്ത് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബ്രാർ അഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, ഇവൻ നമ്പർ 2 T20 ബോളറാണ്. നമ്പർ 2. ഇവന്റെ ആവറേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 17.96 ആണ് T20 മാച്ചിൽ ഇവന്റെ ആവറേജ്. പക്ഷെ ഇന്ത്യക്കെതിരെ ഇവന്റെ ആവറേജ് എത്രയാണെന്ന് അറിയോ? 42. ടോട്ടൽ കരിയർ സ്റ്റാറ്റ് ആണ് പറയുന്നത്. കരിയറിനകത്ത് ഇവന്റെ ആവറേജ് 17.96. ആളെന്ന് മനസ്സിലായി. ഇങ്ങനെ കാണിക്കുന്ന ദിവസമുണ്ടല്ലോ, ഇവൻ വരിക അടി മേടിച്ചോണ്ട് പോവുക. അവന്റെ എക്കണോമി നോക്ക്. അവന്റെ ടോട്ടൽ കരിയറിൽ 6.7 ആണ് അവന്റെ എക്കണോമി. പക്ഷെ ഇന്ത്യക്കെതിരെ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ 10.5 ആണ് അവന്റെ എക്കണോമി. ഇന്നും കിട്ടി, തൂത്ത് പറക്കിട്ട് അടിച്ച്. ഇന്ന് എത്രയാണ്? 3 ഓവറിൽ 38 റണ്ണ്.
12.7 എക്കോണമി. ഒന്ന് ആലോചിച്ച് നോക്ക്, തൂത്ത് ഇറക്കി അടിച്ചത്. പിന്നെ ഉമാർ ഒരു പ്രീമിയം ബോളർ ഉണ്ടല്ലോ, ഷെയ്ൻ അഫ്രീദി, ഒരേ ഒരു ഫേസ് ബോളറെയാണ് ഉമാർ ഇന്ന് റീപ്പിച്ചത്. ബാക്കി 6 പേരും സ്പിന്നേഴ്സ്. അവന്മാരുടെ പ്രീമിയം ബൗളറിന് കിട്ടി 2 ഓവറിൽ 31 പിറക്കിട്ടടിച്ച്. ഇന്നല്ലാതെ ഇവന്മാര് പ്രഹസനം മാത്രമേ ഉള്ളൂ, വെറും പ്രഹസനം. ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രഹസനങ്ങളാണ് ഇവന്മാർ അടിച്ചു വിട്ടത്. എന്തേലും മുതലായോ, പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്തോ. എനിക്ക് ഉസ്മാൻ താരിഖ് മാത്രം 4 ഓവർ 24 റണ്ണേ കൊടുത്തോളൂ. അതുകൊണ്ട് അവനെ വലിയ 1-2 ഫോറം കണ്ട് അടിച്ചു അവനെ മൊത്തത്തിൽ. അതുകൊണ്ട് അവന് വലിയൊരു നാണക്കേടില്ലാതെ അവൻ പോയി. പക്ഷെ ഇവന് ബാറ്റ് പിടിക്കാൻ പോലും അറിയില്ല. പേടിത്തൂറിയിട്ടാണ് ഇങ്ങനെ ബാറ്റ് പിടിക്കാൻ നിൽക്കുന്നത്. ബോൾ വരുമ്പോഴത്തേക്ക് ബാറ്റ് ഇട്ട് ഓടാൻ വേണ്ടിയിട്ട്. ഇവൻ ബാറ്റ് ചെയ്യുമ്പോഴും പോസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ബാറ്റ് ചെയ്തത്. ഒന്ന് കൊട്ടാൻ പോലുള്ള ശേഷി ഇവനില്ല ഈ ഉസ്മാൻ താരിഖിന്. എടാ, ഇത്രയും വലിയ ഒരു ശരീരം വെച്ചിട്ട് ഒന്ന് തട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസെങ്കിലും കൊടുക്കണേ അവന്. അവന്റെ അവസാനം ഇല്ല, ബാറ്റും പിടിച്ചോണ്ട് നിൽക്കുന്ന ആ ഒരു നിപ്പ് പറഞ്ഞിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നു. എന്നെ ആർത്തിക്ക് അവന്റെ തലയ്ക്ക് നോക്കി എറിയല്ലേടാ, എറിയല്ലേ എന്ന് പറഞ്ഞിട്ട് ആയിരിക്കുമായിരുന്നു. എന്താണെങ്കിലും അവന് കുറ്റി നോക്കി എറിഞ്ഞത്. അവന്റെ നടുക്കത്ത് കുറ്റി എറിഞ്ഞിട്ടിട്ടാണ് ഇന്ത്യ കളി ജയിക്കുന്നത്. എന്തായാലും കൊള്ളാം. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അഭിഷേക് ശർമ്മ. അഭിഷേക് അറിയാലോ, ഫസ്റ്റ് ബോൾ തൊട്ട് തന്നെ അഭിഷേക് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അവൻ അതിനുള്ള ഒരു ലൈസൻസ് ഇന്ത്യൻ ടീമും കൊടുത്തേക്കാണ്. നമ്പർ 1 ബാറ്റ്സ്മാൻ ആണ്. പക്ഷെ അവൻ ഇങ്ങനത്തെ ഒരു കളി കളിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അത് ഈ ഒരു ടൂർണമെന്റിൽ നല്ല രീതിയിൽ ഇന്ത്യ അത് ബാധിക്കും. മൊത്തം 3 കളിയാണ് ഈ T20 വേൾഡ് കപ്പിൽ ഇന്ത്യ കളിച്ചത്. അതിനകത്ത് 2 കളി മാത്രമേ അഭിഷേക് കളിച്ചിട്ടുള്ളൂ. USA-ക്കെതിരെ പാകിസ്ഥാനെതിരെ 2 കളിയിലും അഭിഷേക് ഡക്കാണ്. അഭിഷേകിന്റെ ലാസ്റ്റ് 6 ഇന്നിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 ഡക്ക്, അതിനകത്ത് 3 ഗോൾഡൻ ഡക്ക്. ഒരു കളി ന്യൂസിലൻഡിനെതിരെ 20 ബോളെ 68, മറ്റേ തൊട്ട് മുമ്പുള്ള സീരീസിൽ. അത് കഴിഞ്ഞിട്ടാണ് ന്യൂസിലൻഡിനെതിരെ 16 ബോളെ 30 എടുത്തിട്ടുണ്ട്. ബാക്കി ലാസ്റ്റത്തെ 6 കളിയിൽ നിന്ന് 4 ഡക്കാണ് അഭിഷേകിന്റെ സമ്പാദ്യം. ഇതുവരെ T20 വേൾഡ് കപ്പ്, അവന്റെ ഫസ്റ്റ് T20 വേൾഡ് കപ്പ് ആണ്. ഇതുവരെ ഒരു റണ്ണ് പോലും ഈ 2 കളിയിൽ നിന്ന് എടുക്കാൻ അഭിഷേകിന് പറ്റിയിട്ടില്ല. അത് വലിയൊരു കൺസേൺ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു T20 വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഒരു ടൂണായിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ കോർ ബാറ്റ്സ്മാൻ ആയിട്ട് എല്ലാവരും പറഞ്ഞൊരു വ്യക്തി അഭിഷേകാണ്. എല്ലാ ടീമും പേടിക്കുന്ന ഒരു വ്യക്തി അഭിഷേകാണ്. ബട്ട് അഭിഷേക് ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ പറ്റിയിട്ടില്ല. അവന്റെ സ്ഥാനത്താണ് ലാഭം വന്നിട്ട് അടിക്കുന്നത്. എടീ, സഞ്ജുക്കെ കണ്ടു പഠിക്കണം ഇഷാനെ. ഇങ്ങനെ വേണം മുതലാക്കാൻ. അവന്റെ ജീവിതത്തിലെ ഫോം ഓഫ് ഹിസ് ലൈഫാണ്. അവന്റെ ജീവിതത്തിൽ ഇത്രയും ഫോമിൽ വന്നിട്ടില്ല. ആ ചെറുക്കൻ അടിക്ക് നടി. ഇങ്ങനാണ് മുതലാക്കേണ്ടത്. അവൻ ഇനി കളിക്കണ്ട. ഈ പാകിസ്ഥാൻ വെച്ച് അടിച്ചടിയുമ്പോൾ അവൻ മതി. അവൻ ആ ഒരു കളി മാത്രം മതി. അവൻ ഇനി ബാക്കി ഇനി വർഷം കളിക്കേ വേണ്ട. ഈ ഒരു വർഷത്തുള്ള കളി മൊത്തം കളിച്ച് അമ്മാതിരി കളി. ഇതാണ് മാച്ച്. ഇഷാനിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവന് പ്രഷർ ഇല്ല. അവന് കളിക്കുന്നതിന് പ്രഷർ ഇല്ല, 0 പ്രഷറാണ്. ഇന്ത്യക്കാർ ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുക്ക് വിക്കറ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കിങ് കുറയും, പിന്നെ ഡിഫെൻഡിങ്ങിലോട്ട് പോകും. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ വിക്കറ്റ് വീഴാതിരിക്കാൻ വേണ്ടി നോക്കും. ഇവിടെ ഫസ്റ്റ് ഓവറിൽ തന്നെ അഭിഷേക് ഔട്ടായി. സെക്കൻഡ് ഓവറിൽ ഫസ്റ്റ് ബോളർ ഷെഗിനെ 6 അടിച്ച് പ്രഷറോടെ തീർന്നു. ന്യൂസിലൻഡിനെതിരെ നമ്മൾ കണ്ടതാണ്, ക്യുക്കായിട്ട് 2 വിക്കറ്റ് പോയ സമയത്ത് ഇവൻ നിന്ന് അടിച്ചടി. അതാ പറഞ്ഞത്, ക്യുക്കായിട്ട് വിക്കറ്റ് വീണാലും ഇവനെ ആ ഒരു പ്രഷർ ബാധിക്കത്തില്ല. ഇവൻ ഡിഫെൻഡിങ് ഇല്ല, ഇവൻ അറ്റാക്കിംഗ് ആണ്. പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ടാണ്. കണ്ടനീഷ് അല്ല അടിക്കണം, പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്തിട്ട് അടിക്കണം. ഇന്ന് കുറച്ച് ലക്കൊക്കെ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം, അത് പറയാതിരിക്കാൻ വയ്യ എന്തോ. ബട്ട് അവന്റെ കൂട്ടി ഇന്ന് ആ ഒരു സ്റ്റേഡിയത്തിൽ ബോൾ കണക്ട് ചെയ്ത വേറൊരു ബാറ്റ്സ്മാൻ ഇല്ല. ഈ 19 പേര് ബാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ കൂട്ട് കണക്ട് ചെയ്ത വേറൊരു ബാറ്റ്സ്മാൻ ഇല്ല. ബാറ്റിനകത്ത് ബോൾ കൊണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 6. ഇനി അടുത്ത കോമഡി, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വരുമ്പോഴത്തേക്ക് ഈ ഹാൻഡ് ഷേക്ക് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇന്ന് ടോസ് ഇട്ട സമയത്തും ആഫ്റ്റർ ദ മാച്ചും ഇന്ത്യൻ ടീം ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ടില്ല. വീഡിയോ കാണിച്ചു തരാം. ഇത് ടോസ് ഇട്ട സമയത്തുള്ളതാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ടില്ല. ഇനി ആഫ്റ്റർ ദ മാച്ച് കാണിക്കാം. പാകിസ്ഥാൻകാർ സൈഡിൽ കൂടെ പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് നടന്നു പോകുന്നുണ്ട്. അമ്മര് കളി അപ്പോഴത്തേക്ക് നടന്നങ്ങ് പോയി. സോ നോ ഹാൻഡ് ഷേക്ക് ടുഡേ. അടുത്ത കോമഡി, ഫർഹാൻ വേഴ്സസ് ബുംറ. ഇവന്മാരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഉണ്ടല്ലോ ഫർഹാൻ ഫീൽഡിംഗ് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻകാരെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, ഫർഹാൻ ഭായ് ബുംറ അടിച്ച് തൂക്കണേന്ന്. ആ വീഡിയോ ഒന്ന് വെക്കാതെ. फरहान भाई इस बार बुमराह को छक्के मार के ना पूरी 32 घंटे की फिल्म बनाएंगे इंशाल्लाह.
ഇയാള് കഴിഞ്ഞ വട്ടം ബുംറ 6 അടിച്ചിട്ട് പോയി ഡോക്യുമെന്ററി ചെയ്തോനാ. എന്നിട്ട് ഇന്ന് കണ്ട 4 ബോളെ ബുംറ വരുന്നതിന് മുമ്പേ ഹാർദിക് പാണ്ഡ്യക്ക് വിക്കറ്റ് എടുത്ത് പോയി. ഡക്ക് 4 ബാള് ഡക്കായി പോയി, ഒരു റണ്ണ് പോലും എടുത്തില്ല. കൊണ അടിക്കാം, പക്ഷെ അതിനൂടെ കളിയും കൂടെ കളിക്കും. കൊണ മാത്രമേ ഉള്ളൂ ഇവന്മാരെ സംബന്ധിച്ച്, കൊണ മാത്രമേ ഉള്ളൂ. ഈ പാകിസ്ഥാൻകാരെ സംബന്ധിച്ച് തോക്കാനാണെങ്കിൽ മിണ്ടാതെ വന്നെങ്കിൽ തോറ്റിട്ട് പോയാൽ പോരെ. ഈ ഇത്രയും വലിയ ഡയലോഗും അടിച്ച് വലിയ മുട്ടക്കാണം വെല്ലുവിളിയും വിളിച്ച് വന്ന് ഇങ്ങനെ നാണമില്ലാതെ ഉളുപ്പില്ലാതെ തോറ്റു പോകാൻ നിമാരെ കൊണ്ടേ പറ്റത്തുള്ളൂ. വേറെ ഒരു രാജ്യക്കാരും ഇല്ല ഇങ്ങനെ നാണം കെട്ട് വായ്ത്താളം അടിച്ചൊന്നും തോക്കുന്നത്. തോക്കാണെ മര്യാദയ്ക്ക് വന്ന് ഇങ്ങനെ അനങ്ങാതെ വന്ന് സൈഡിൽ കൂടെ തോറ്റിട്ട് മിണ്ടാതെങ്കിൽ നടന്നു പോരി. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് തോക്കാൻ നിൽക്കുന്നത് ഉളുപ്പില്ലാത്തവന്മാരെ? ശരിക്കും ഇവന്മാര് മണ്ടന്മാരാണെന്ന് തോന്നി ഈ പാകിസ്ഥാൻകാര്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ കയ്യിൽ കുറെ പ്രോപ്പർ സ്പിൻ ബൗളേഴ്സ് ഉണ്ട്. ഈ 20 ഓവർ എറിയാൻ വേണ്ടിയിട്ട് ആറുകാരുടെ കാര്യമൊന്നുമില്ല. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു 5 ബൗളേഴ്സ് ഉണ്ടെങ്കിൽ 20 ഓവർ എറിയാം. ഇവന്മാരുടെ കയ്യിൽ ഈ എന്താ പറയാ സൈം അയ്യൂബ് എന്ന് പറയുന്നത് നല്ല ഓൾറൗണ്ടർ ആണ്. അവനെ കൊണ്ട് 4 ഓവർ എറിയിക്കാം. അവൻ സൂപ്പറായിട്ട് ഓപ്പണിംഗ് ഇറങ്ങി ബാറ്റിംഗ് ചെയ്യും. അവൻ പ്രോപ്പർ സ്പിന്നറാണ്. അവനാണ് ഇന്ന് ഇന്ത്യയുടെ 3 വിക്കറ്റ് ഇട്ടവൻ. ഇവന്മാർ ഇന്ന് സ്പിന്നേഴ്സിനെ കൊണ്ട് എറിയിപ്പിക്കാൻ തന്നെയാണ് ഇറങ്ങിയത്. എന്നിട്ട് എന്തിനാണ് ഈ ഫഹീം അഷ്റഫ് അവൻ ഒരു ഓൾറൗണ്ടർ ആണ്, ബോളിംഗ് ഓൾറൗണ്ടർ ആണ്. അവനെ കൊണ്ട് ഇന്ന് ബോളിംഗ് ചെയ്യിപ്പിച്ചിട്ടില്ല. അവൻ ഫേസ് ബോളർ ആണ്, അവനെ കൊണ്ട് ബോളിംഗ് ചെയ്യിപ്പിച്ചിട്ടില്ല. ബാറ്റിംഗ് ഇറക്കിയേക്കുന്നു ഏറ്റവും ലോവർ ഓർഡറിൽ. ഇവന് പകരം ഇവനെ മാറ്റിയിട്ട് നാഫി എന്ന് പറയുന്നവരുണ്ട്, അവനൊക്കെ നല്ല പ്ലെയർ ആണ്, അവനൊക്കെ ഇറക്കി കൂടെ ഇവന്മാർക്ക്. ഒരു മണ്ടന്മാരാണോ? ഇത്രയും ബൗളേഴ്സ് ഉണ്ട്, ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ ഓൾറൗണ്ടേഴ്സ് ഉണ്ട് ഇവന്മാരുടെ ടീമിൽ. വെറുതെ ഇതാ പറഞ്ഞ ഇവന്മാർക്ക് വെല്ലുവിളി മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. പിന്നെ അവൻ ഉണ്ടായിട്ട് വലിയ മറിക്കാനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇത്രയും ഇപ്പൊ 114 എണ്ണം കണ്ടല്ലേ എടുത്തോള്. മൊത്തത്തില് ഒരു 130 എണ്ണെങ്കിലും ഒക്കെ അടിച്ചേനെ. ഈ തോൽവിയുടെ ആഘാതം കുറച്ചൊന്ന് കുറയ്ക്കായിരുന്നു. ഉസ്മാൻ മാത്രം ഉണ്ട് ഒന്ന് പൊരുതിയത്, വേറെ ആരും ഇല്ലൊന്ന് പൊരുതിയത്. ഇവന്മാരുടെ ഈ പാകിസ്ഥാന്റെ മുൻ ബാറ്റ്സ്മാൻ ഉണ്ടല്ലോ, മറ്റേ കോഹ്ലിയുടെ കുട്ടിക്കുന്ന അഹമ്മദ് ഷഹസാദ്, അവൻ താണ്ട് ട്വിറ്റ് ഇട്ടേക്കുന്നത്, പതറ്റിക് ക്രിക്കറ്റ് ഫ്രം പാകിസ്ഥാൻ, സാഡ് സ്റ്റോറി ഓഫ് പാകിസ്ഥാൻ ക്രിക്കറ്റ്, സെയിം ഓൾഡ് ഫേസസ്, സെയിം ഓൾഡ് റിസൾട്ട്, പ്ലീസ് ഡോണ്ട് ഫൂൾ ദ നേഷൻ എനിമോർ. സത്യമാണ്. ഇനിമാർ എന്തിനാണ് ഇങ്ങനെ ഈ ക്രിക്കറ്റിന്റെ പേര് രാജ്യത്തെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? സ്റ്റിൽ ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ അവ അടിച്ചണ്ണായി കൊടുത്തിട്ട് തോക്കും, എന്നിട്ട് വേറെ ഉടായ്പോളെ അടിച്ചിറക്കും. ക്രിക്കറ്റിലോട്ട് വന്നാൽ പിന്നെയും ഇവിടെ വന്ന് തോക്കും, എന്നിട്ട് വന്നിട്ട് വൻ ഡയലോഗ് അടിച്ചിട്ട് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇതിപ്പോ നീമാർക്ക് പറയാൻ പറ്റില്ല, ഇന്ത്യയുടെ പിച്ചല്ല, ശ്രീലങ്ക വെച്ചിട്ടാണ് കളി കിടക്കുന്നത്. ഇന്ത്യക്ക് അതിന് ഒരു തരത്തിലുള്ള അഡ്വാൻറ്റേജും ഇല്ല. അന്നേരം നീമാർ ഈ തോൽവി എന്ത് പറഞ്ഞ് ന്യായീകരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഒരു ന്യായമായിട്ട് മിക്കവാറും വരും. പാകിസ്ഥാൻകാർ തന്നെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവന്മാരെ. കളി കഴിഞ്ഞപ്പോഴത്തേക്ക് TV ഒക്കെ തല്ലി പൊളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ വെച്ചുതരാം. हार्दिक पांड्या की बॉल और ये उस्मान तारिक आउट हो गए। ओ भाई जान, ये हालात हमारी टीम के, इतनी गंदी टीम एक और मैच हम हार गए। ये हालात है जी, ये पड़ी आपकी असली, ये पड़ा है आपका मैच। पाकिस्तान की टीम मैच हार चुकी है इंडिया के हाथ। जब आप फिर जलील हो गई है भाई, चलती एलसीडी लाइव आपने तोड़ के रखी है। ये पाकिस्तानी कौन के हाथ है? അവന്മാര് തല്ലിപ്പൊളിക്കാൻ തന്നെ വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും തല്ലിപ്പൊളിച്ച് ദേഷ്യം തീർക്കണ്ടായോ, അതിനുവേണ്ടി തന്നെ വെച്ചിരുന്ന TV എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യക്കാർ നോക്കുകയാണ്, അതോടെ കാണിക്കാം. പാകിസ്ഥാൻ ഫാൻസിന്റെ മുമ്പിൽ കിടന്നിട്ട് അവന്മാര് കാണിക്കുന്നത്. എന്റെ പൊന്ന്, ഇന്നും മൊത്തം ഊക്കായിരിക്കും കേട്ടോ. ഊക്കി പൊളിക്കുന്ന പാകിസ്ഥാനെ. ഒരു കാര്യം പറയുമ്പോൾ ഇവനുണ്ടല്ലോ, ഈ ഫർഹാൻ എന്ന് പറയുന്നത്, ഇവൻ ഫെബ്രുവരി 25 ബുംറയുടെ കരിയർ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളിച്ചുകൊണ്ടാണ് വന്നത്. എന്നിട്ട് അവന്റെ കരിയർ ഇപ്പൊ തീരുന്ന അവസ്ഥയായിട്ടുണ്ട്, ഡക്കായി പോയല്ലോ. അത് പറഞ്ഞത് ഇവന്മാർക്ക് കൊണേഡി മാത്രമേ ഉള്ളൂ ഗൈസ്, അല്ലാതെ കളിക്കാൻ അറിയത്തില്ല. ഇതാണ് ഇപ്പൊ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഫാൻസിന്റെ അവസ്ഥ. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ചിരിക്കാൻ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവോ? ഇത്രയും തോറ്റിട്ട് ഇവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റും വിളിച്ച് ഇവിടെ വരുന്ന ഈ ഫാൻസിനെ സമ്മതിക്കണം. എന്തിനാ ഇങ്ങനെ നാണം കെടാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കി ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല. കളി കഴിഞ്ഞ് പോകുന്ന പാകിസ്ഥാൻ ഫാൻസ് ഒന്നും മിണ്ടാനില്ല. ആർക്കും ഒന്നും പറയണ്ട, ആർക്കും കൂടുതലൊന്നും സ്നേഹപ്രകടനങ്ങളോ ആഹ്ലാദങ്ങളോ ഒന്നും കാണിക്കണ്ട, മിണ്ടാതെ കട്ടിത്തുടച്ച് വീട്ടിൽ പോവാം എന്നുള്ള രീതിയിലാണ് എല്ലാവരും. തോറ്റേന്റെ സന്തോഷം ചെറുതായിട്ട് മുഖത്തോടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സത്യം പറയാല്ല, നീമാർക്ക് ഈ കളിക്കാതിരിക്കുന്നതായിരുന്നു ഇതിനേക്കാളും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നെതർലൻഡുമായിട്ട് വരെ നീമാർ മുക്കിത്തൂറിയാണ് ജയിച്ചത്, നെതർലൻഡുമായിട്ട് വരെ. അപ്പൊ പിന്നെ അത് വെച്ച് ആ കളി വെച്ചിട്ട് ഇന്ത്യ അടുത്ത് കളിക്കാൻ വരാൻ പറ്റുമോ? ഇന്ത്യക്ക് ഇതൊരു പ്രാക്ടീസ് മാച്ച് ആയിരുന്നു. ആലോചിച്ച് നോക്ക്,
നമ്മൾ സാധാരണ പ്രാക്ടീസ് മാച്ചിലാണ് തിലക് വർമ്മയ്ക്കും റിങ്കു സിംഗിനും ഒക്കെ ബോളിംഗ് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും കൊച്ചു ടീമിനൊക്കെയാണ്. ഇത് കണ്ട ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന് വരെ തിലക് വർമ്മയ്ക്കും റിങ്കുവിനും ഓവർ കിട്ടി. അതിനും തിലക് വർമ്മ വിക്കറ്റ് വിട്ടു. അവന് 2 വിക്കറ്റ് കിട്ടേണ്ടതായിരുന്നു, അവനൊരു ക്യാച്ചും കൊണ്ട് കളഞ്ഞു. അല്ലെങ്കിൽ അവന് 2 വിക്കറ്റ് കിട്ടിയത് തിലക് വർമ്മയ്ക്ക് പാകിസ്ഥാനെതിരെ. ഒന്ന് ആലോചിച്ച് നോക്ക്, പ്രാക്ടീസ് മാച്ച്. എന്നിട്ടാണ് ഇവന്മാരെ ഈ ഗ്രേറ്റസ്റ്റ് റൈവലറി എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൈപ്പ് കയറ്റുന്നത് ഈ ആളെ കൂട്ടിയിട്ട് ഇവന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് തന്നെ എന്തോരം ലാംഗ്വേജസിലാണ് ഈ സാധനം ടെലികാസ്റ്റ് ചെയ്തത്. കുറെ ലാംഗ്വേജസ്, മലയാളം ഇല്ലായിരുന്നു, ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജസിലും ഉണ്ടായിരുന്നു ഇതിന് ടെലികാസ്റ്റ്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പൈസാവാരി മാച്ചാണ്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് 567 കോടിയാണ്. അതിന് തൊട്ട് താഴേക്ക് ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചാണ്. അതുകൊണ്ട് 90 കോടി രൂപ കണ്ടാണ് ഒരു മാച്ചിൽ നിന്ന് കിട്ടത്തുള്ളൂ. ബട്ട് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോൾ വേറെ ലെവലാണ്. അതാണ് കാര്യം. സോ എന്താണെങ്കിലും ഒരു കോമഡി കളിയായിപ്പോയി. ഇല്ല, അവനെയും കൂടെ 2 അടി അടിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു ഈ ഉസ്മാൻ താരിഖിനെ. അവനെയും കൂടെ 4 അടി അടിച്ചായിരുന്നെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു സംതൃപ്തി കിട്ടിയേനെ. ഇവൻ വലിയ സ്പിന്നറാണെന്നും പറഞ്ഞാലും നടക്കുന്നത്. അവനൊന്ന് ബോൾ ചെയ്ത് 4 ഓവർ 24 റൺ അവൻ എടുത്തോളൂ. ഒരു വിക്കറ്റ് കിട്ടു. തുടർച്ചയായിട്ട് 24ാമത്തെ T20 മാച്ചിലാണ് വിക്കറ്റ് നേടുന്നത്. ലാസ്റ്റ് കളിച്ച് 24 കളിയിൽ അവൻ വിക്കറ്റ് ഇട്ടിട്ടുണ്ട്. അവനെയും കൂടെ 4 അടി അടിക്കണം. ഇത് ഇനി എന്നാ ഇനിയന്മാരെ കിട്ടുന്നത് അടിക്കാൻ വേണ്ടിയിട്ട്? അവന്റെ ആ ഒരു ബോളിംഗ് ശൈലി ആൾക്കാർക്ക് അങ്ങോട്ട് പിടിയിട്ടിട്ടില്ല. ഇല്ല, പണ്ടില്ല മെൻഡിസ് വന്ന പോലാണ്. പിടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തൂത്തുറക്കിട്ട് അടിക്കും. സത്യം പറഞ്ഞാൽ ഇവനേക്കാളും നല്ലപോലെ ബോൾ ചെയ്യും മറ്റേ നമീബിയുടെ ഇറാസ്മസ്, അവന്മാരുടെ ക്യാപ്റ്റൻ. സൂപ്പറായിട്ട് ഇവനേക്കാളും കിടലുമായിട്ട് ഇവനേക്കാളും വേരിയേഷൻസിൽ അവൻ എറിയും ഇറാസ്മസ്. ഇവന് ഈ ഉസ്മാൻ താരിഖിന് എറിയുന്ന അവന് പോസ് ചെയ്തിട്ട് എറിയുന്നതുകൊണ്ട് സ്പീഡില്ല, ബോളിന് സ്പീഡില്ല. ഈ ഇറാസ്മസ് എന്ന് പറയുന്നത് 110ലൊക്കെയാണ് അവൻ സ്പിൻ എറിയുന്നത്. നല്ല സ്പീഡ് കൊണ്ട് അമ്മാതിരി വേരിയേഷനും. അവനാണ് മറ്റേ ഇന്ത്യക്കെതിരെ 4 ഓവർ 20 റൺ കൊടുത്തിട്ട് 4 വിക്കറ്റ് ഇട്ടത്. സത്യം പറഞ്ഞാൽ അത് ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് മാച്ചാണ് ഇവനെ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവനെ ഈ പ്രേമദാസ സ്റ്റേഡിയം അത്രയും വലിയ സ്റ്റേഡിയം ആയിട്ടാണ്. അവിടുത്തെ ആവറേജ് സ്കോർ വരെ 143. ആ സ്റ്റേഡിയം അത്രയും ബോളിംഗ് പിച്ചും അത്രയും ലോങ് സിക്സും ഒക്കെ ആയതുകൊണ്ടാണ് ഇവനെ അടിക്കാൻ പറ്റാത്തത്. വേറെ വല്ല സ്റ്റേഡിയത്തിലൊക്കെ ധൈര്യം കൊണ്ട് ഇന്ത്യയിലെ എങ്ങനെ സ്റ്റേഡിയത്തിൽ കയറിക്കടാ, തൂത്ത് ഇറങ്ങിയിട്ട് അടിക്കും, ഉറപ്പാണ്. പക്ഷെ ഉടനെ ഊത്ത് തീരും, അത് വേറെ കാര്യം. ഉടനെ ഊത്ത് തീരും, അത് 100% ഉറപ്പാണ്. എന്താണെങ്കിലും ഇത്രയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ മാച്ച്. തുടക്കം ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ജില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ട് പണ്ടാരം കോമഡി ആയിരുന്നു. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. കളി കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, വേറെ വീഡിയോ വരാം.